അയ്യേ, ലാലേട്ടന് ഇത്ര പേടിത്തോണ്ടാ. ഞാൻ സത്യം പറഞ്ഞാൽ ആശീർവാദമൊക്കെ പേടിച്ചിട്ടോ. ആ വാഴ സിനിമ ആശിർ വരും എന്നുള്ള നല്ല പേടിയുണ്ട്. ആശിറും പിള്ളേരും തൂക്കും. ഈ സിനിമ എന്തായാലും പൊട്ടും. അപ്പം മെയ് 21-നാക്കി. മോഹൻലാലിൻ്റെ പടം മെയ് 21-ാം തീയതി ആക്കി. അപ്പം പടം പൊട്ടുമെന്ന് ഉറപ്പിച്ച്. എന്താ പറഞ്ഞാൽ ഒന്നും പറയല്ല, ഇത് 8 നിലയിൽ പൊട്ടും. ഇത് അൾട്രാ വയലൻസ് ബോംബ് പടമാണ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഡേറ്റ് മാറ്റി കളിക്കുന്നത്. ലാലേട്ടൻ ആശിറിൻ്റെ ഫാൻസിൻ്റെ പവർ എന്താണെന്ന് ലാലേട്ടന് അറിയാം. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ വാഴ ഇതും ക്ലാഷ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വാഴ ജയിക്കേനി. ഇത് പൊട്ടു. അതുകൊണ്ടാണ് ഡേറ്റ് മാറ്റിയത്. ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഇട്ടത്. അന്ന് കുറേ പൊട്ടന്മാർ പിന്നെ എന്താ പറയുക, പടക്കം പൊട്ടിക്കലും ഇതൊക്കെ ഉണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടുകാർക്ക് ചിലവിനൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെ ലാലേട്ടൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ വീട്ടുകാർ അച്ഛനോ അമ്മയ്ക്കോ ബർത്ത്ഡേ വരുന്നുണ്ടോ, ഒരു സാരി, അമ്മയ്ക്ക് ഒരു സാരി വാങ്ങി കൊടുക്കുക, അച്ഛൻ്റെ ഒരു മുണ്ടും ഇതും വാങ്ങി കൊടുക്കുക, ഷർട്ടും വാങ്ങി കൊടുക്കുക, അതൊന്നും ഉണ്ടാവില്ല. ലാലേട്ടൻ്റെ ബർത്ത്ഡേ കേക്ക് മുറുക്കി ഇതാക്ക്, എന്താ പറയുക, 2 പെഗ് അടിക്കുക, ഇതൊക്കെയാണ് ലാലേട്ടൻ ഫാൻസിൻ്റെ അഴിഞ്ഞാട്ടം. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മമ്മൂക്ക ഫാൻസ് എന്താ പറഞ്ഞാൽ മമ്മൂക്ക തന്നെ പറഞ്ഞിട്ട്, നിങ്ങൾ ഒരിക്കലും എനിക്ക് വേണ്ടി ഇതാക്കരുത്, എനിക്ക് വേണ്ടി ആഘോഷിക്കരുത് ബർത്ത്ഡേ. ആ കാര്യങ്ങൾ നിങ്ങൾ പാവപ്പെട്ടവർ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഡ്രസ്സോ ഫുഡോ കേക്കൊക്കെ വാങ്ങി ആഘോഷിക്കുക. എനിക്ക് വേണ്ടി ആഘോഷിക്കരുത്. ആ മനുഷ്യനെ കണ്ടുപിടിക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല. ലാലേട്ടൻ തന്നെ ബുദ്ധിയില്ല. ലാലേട്ടൻ ഫാൻസ് എന്താ കമ്മിയാണ്. അപ്പോൾ എന്തായാലും ഈ പടം പൊട്ടും, ഉറപ്പിച്ചോളൂ. ഈ പടം 8 നിലയിൽ പൊട്ടും. അതുകൊണ്ട് ഡേറ്റ് മാറ്റി. എന്തായാലും ഇനിയിപ്പം 2-ാം തീയതി വാഴ കാണണം. അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. എന്നാൽ ലാലേട്ടാ, ഈ ബോംബ് പടം OTT-യിൽ ഇറക്ക്, എന്നിട്ട് ഞാൻ കണ്ടോളാം.